കുറേ കായ്കളൊക്കെ നമ്മൾ പറിച്ചു. നല്ല ഇത് പഴുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ചുവപ്പ് കളർ വരും. നല്ല മാംസമായ ധാരാളം വിത്തുകളുണ്ട്. ഈ വിത്തുകളൊക്കെ മുളപ്പിക്കാൻ പറ്റുന്നതാണ്. എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, അല്ലെങ്കിൽ ചാണകപ്പൊടി, അല്ലെങ്കിൽ ആട്ടുംവളം. കോഴിവളം ഉപയോഗിക്കരുത്. കോഴിവളം അതിന് ചൂട് കൂടുതലാണ്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 വർഷത്തിനുള്ളിൽ അതിന് ഉൽപ്പാദനം തുടങ്ങും. പരമാവധി ഒരു 2.5 അടി കുഴി എടുത്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തന്നെ ഒരു 1.5 അടിയിൽ കുഴി എടുത്തിട്ട് നമ്മൾ നല്ല ജൈവവളം നിറച്ചിട്ട് വേണം ഇത് കൃഷി ചെയ്യാൻ വേണ്ടി. നമ്മുടെ ഫാമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന സീതപ്പഴത്തെ പറ്റിയാണ്. ഇതുണ്ട്, നാടൻ സീതാപ്പഴമാണ് ഇത്. ഇവിടെ തനിയെ മുളച്ച് വന്ന് നിറയെ കായ്കൾ തരുന്ന സീതാപ്പഴമാണ്. ഇപ്പോൾ കുറേ കായ്കളൊക്കെ നമ്മൾ പറിച്ചു. നല്ല ഇത് പഴുക്കുമ്പോഴത്തേക്ക് നല്ല ഒരു ചുവപ്പ് കളർ വരും. നല്ല ചുവപ്പല്ല, ഒരു ഇളം ചുവപ്പ് വരും. നല്ല പഴമാണ്. പഴം എന്ന് വെച്ചാൽ പഞ്ചസാരയുടെ അളവ് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപ്പോൾ ഷുഗറുകാർക്ക് ഇത് കഴിക്കാനൊന്നും പറ്റിയില്ല. അത്രയ്ക്ക് മധുരമാണ്. ഇഷ്ടം പോലെ നല്ല വലിപ്പം എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള കായ. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ നോക്കിയാൽ അറിയാം. ഇതിന് മേലെ വരെയുണ്ട്. കയറി പറിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ തോട്ടി വെച്ചിട്ടാണ് പറിക്കുന്നത്. ഉണ്ടോ, ഇത് അതിൻ്റെ ഒരു മീഡിയം സൈസ് കായ. അതിൻ്റെ മുകളിലുണ്ട് നല്ല വലിപ്പത്തിലുള്ള കായുണ്ട്. പഴുത്ത് വരുന്നുണ്ട്. ഇപ്പോൾ പഴുത്തെല്ലാം ഞങ്ങൾ പഴുത്ത് ഞങ്ങൾ കാണിച്ചു തരാം. അപ്പോൾ ഇത് നല്ല നമ്മുടെ കാലാവസ്ഥയ്ക്ക് യോജിച്ച ഒരു ഇനം സീതപ്പഴമാണ്. സാധാരണ സീതപ്പഴം. അതിന് വലിയ പ്രത്യേക പരിചരണമൊന്നുമില്ല. അപ്പം ഇത് വീട്ടിൽ കുട്ടികളൊക്കെ ഉള്ളവർക്കൊക്കെ വളരെ ടേസ്റ്റി ആയിട്ട് ഉപയോഗിക്കാം. നല്ല പഴമാണ്. അങ്ങനെ ഈ സീതപ്പഴത്തിൻ്റെ ഉണ്ട്. ഇതിനെല്ലാം പ്രത്യേക രോഗബാധകളൊന്നും നമുക്ക് കാണുന്നില്ല. ഇത് ഒരു 5 വർഷമായ ചെടിയാണ്. എല്ലാ വർഷവും നിറയെ കായ്കൾ കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഈ ഞെടുപ്പിന് കട്ടി കൂടുതലാണ്. നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് അല്ലെങ്കിൽ നല്ല മൂർച്ചയുടെ തോട്ടി കൊണ്ട് ഇത് പറിക്കാൻ പറ്റുള്ളൂ. സാധാരണ നമ്മൾ പോയി തോട്ടിക്കൊക്കെ പറിക്കുന്ന പറിക്കാൻ പറ്റത്തില്ല. ഭയങ്കര ഉറപ്പാണ് ഇതിൻ്റെ ഞെടുപ്പിന്. ഇത് നല്ല പഴുത്ത സീതപ്പഴമാണ്. ഇത് ഞാൻ നിങ്ങളെ മുറിച്ച് കാണിച്ചു തരാം. ഉണ്ടോ, നല്ല മാംസമായ ധാരാളം വിത്തുകളുണ്ട്. ഈ വിത്തുകളൊക്കെ മുളപ്പിക്കാൻ പറ്റുന്നതാണ്. നല്ല ടേസ്റ്റായിട്ടുള്ള ഒരു പഴമാണ്. നമുക്ക് സീതപ്പഴത്തിൻ്റെ പല വെറൈറ്റികളുണ്ട്. എൻ്റെ ഗ്രാഫ്റ്റ് ചെയ്ത തൈകളുണ്ട്. പച്ച, അല്ലെങ്കിൽ ചുവപ്പ്, അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഉണ്ട്. പിന്നെ ഇതിൻ്റെ വകഭേദങ്ങളായ വേറെ പല വെറൈറ്റികൾ ഇപ്പോൾ ലഭ്യമായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്ത തൈകളെന്ന് പറഞ്ഞാൽ നമുക്കൊരു 3 വർഷത്തിനുള്ളിൽ അതിന് ഉൽപ്പാദനം തുടങ്ങും. അതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറി ലഭ്യമാണ്. അപ്പം ഇത് സാധാരണ നടുന്ന പോലെ തന്നെ ഇതൊക്കെ നമ്മൾ രണ്ടാമത് ഇതിനൊന്നും വളപ്രയോഗമൊന്നും ആരും നടത്തിയല്ല. അപ്പം നമ്മൾ ആദ്യം തന്നെ അതിൻ്റെ ബേസിക്കായിട്ട് തന്നെ നമ്മൾ ഒരു പരമാവധി ഒരു 2.5 അടി കുഴി എടുത്താൽ കുഴപ്പമില്ല. ഇല്ലെങ്കിൽ തന്നെ ഒരു 1.5 അടിയിൽ കുഴി എടുത്തിട്ട് നമ്മൾ നല്ല ജൈവവളം നിറച്ചിട്ട് വേണം ഇത് കൃഷി ചെയ്യാൻ വേണ്ടി. അപ്പോൾ നല്ല ഉൽപ്പാദനം കിട്ടും. അപ്പോൾ നമ്മൾ ഈ വളങ്ങൾ ആദ്യം ജൈവവളം ചേർക്കുന്നതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ അതിന് വേരോട്ടം പെട്ടെന്ന് വളർച്ച കിട്ടും. അപ്പം അങ്ങനെ വേണം കൃഷി ചെയ്യാൻ വേണ്ടി. നല്ല ജൈവവളമൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ എല്ലുപൊടി, വേപ്പ് പിണ്ണാക്ക്, അല്ലെങ്കിൽ ചാണകപ്പൊടി, അല്ലെങ്കിൽ ആട്ടുംവളം. കോഴിവളം ഉപയോഗിക്കരുത്. കോഴിവളം അതിന് ചൂട് കൂടുതലാണ്. അതുകൊണ്ട് കോഴിവളം മാത്രം ഉപയോഗിക്കരുത്. മറ്റുള്ള വളങ്ങളൊക്കെ ഉപയോഗിച്ച് നമുക്ക് ഇത് നട്ട് നല്ല പരിചരിച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾ കൃഷി ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമ്മുടെ നഴ്സറിയിൽ ലഭ്യമാണ്. അപ്പോൾ അത് ആവശ്യക്കാർ നമ്മൾ ബന്ധപ്പെടുക. ഇതിൻ്റെ താഴെ നമ്മൾ ഫോൺ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇഷ്ടമായെങ്കിൽ അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുന്നവരെ ബൈ.